എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ഓട്സ് റെസിപ്പിയാണ്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്ന ഓട്സ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒന്നല്ല 3 തരത്തിൽ തയ്യാറാക്കുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. തലേ ദിവസം ഒരു അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ജാർ എടുക്കുക. അതായത് നമുക്ക് ഓട്സ് ഒന്ന് സോക്ക് ചെയ്ത് വരുമ്പോൾ ഇളക്കാൻ പാകത്തിനുള്ള ഒരു ജാർ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഓട്സ് ചേർക്കാം. ഓട്സ് എടുക്കുമ്പോൾ റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഇതായാലും കുഴപ്പമില്ല. ഇതിന് പകരം നിങ്ങൾ കടയിലൊക്കെ ചോദിച്ചാൽ റോൾഡ് ഓട്സ് കിട്ടും. അതാണ് അധികം പ്രോസസ്സ് ചെയ്യാത്ത ഓട്സ്. അത് കുറച്ചും കൂടി ഫൈബർ റിച്ച് ആണ്, കുറച്ചും കൂടി ഹെൽത്തിയാണ്. അതുള്ളവർ അതെടുക്കാം. അതില്ലാത്തവർ സാധാരണ ഇതുപോലുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഓട്സ് ആയാലും എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഗ്ലാസ് ജാറിൽ അടച്ച് വെക്കണമെന്നില്ല. അടച്ച് വെക്കാൻ പറ്റുന്ന ഏത് പാത്രത്തിലും എടുത്ത് വെക്കാം. ഒരു ബൗളിലോ മറ്റോ എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓട്സ് ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓട്സിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. ഇത് സാധാരണ പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഫാറ്റ് കുറഞ്ഞിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. കാലറീസ് കുറവായിരിക്കും. ഇതിന് പകരം ആൽമണ്ട് മിൽക്കോ സോയ മിൽക്കോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗേർട്ട് ചേർത്ത് കൊടുക്കുക. യോഗേർട്ട് ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള യോഗേർട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഷുഗർ ഇല്ലാത്ത യോഗേർട്ട് നോക്കി എടുക്കാം കേട്ടോ. ചില യോഗേർട്ടിലെല്ലാം ഷുഗർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇനി പകരം മേപ്പിൾ സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് ഒരു രാത്രി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചേക്കുക. തലേ ദിവസം ഇതുപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴേക്കും ഇത് തയ്യാറായിട്ടുണ്ടാവും. ഇങ്ങനെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വരുന്ന ഓട്സിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഓട്സ് കുക്ക് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഡൗട്ട് തോന്നാം ഇത് ഓക്കെ ആണോ എന്ന്. ഇതുപോലെ തലേ ദിവസം മുഴുവൻ നേരവും ഫ്രിഡ്ജിൽ വെച്ച് കുതിർത്തിയെടുത്താൽ ഓട്സ് ഓക്കെയാണ്. ഏറ്റവും കൂടുതൽ ഫൈബർ കിട്ടുന്നതും ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഫൈബർ കണ്ടൻറ്റും ന്യൂട്രീഷ്യസ് ആവുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. പിറ്റേ ദിവസം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് അതിലേക്ക് ഓട്സ് എല്ലാം കുതിർന്ന് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഓവർനൈറ്റ് കുതിർത്തി വെച്ച ഓട്സ് മാത്രമായിട്ട് കഴിക്കാം. ഞാനിവിടെ ഒരു 3 കോമ്പിനേഷനിൽ എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ രാവിലെ കഴിക്കുന്നതെന്ന് നോക്കാം. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. സെർവ് ചെയ്യുന്ന ബൗളിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത പൈനാപ്പിളും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർക്കുന്നതാണ് ആദ്യത്തെ കോമ്പിനേഷൻ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാത്തവർ സാധാരണ ചെറിയ തേങ്ങ ചേർക്കാം. ഒരു ചെറിയൊരു പിടി ചെറിയ തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഈ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ കഴിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു പൈനാപ്പിൾ ചെറുതായി മുറിച്ചതും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കുറേ നേരം കഴിഞ്ഞ് കഴിക്കാത്തതാണ് നല്ലത്. അപ്പോഴേക്കും ചെറിയൊരു പൈനാപ്പിളിൻ്റെ ചവർപ്പും പുളിയൊക്കെ ഇതിലേക്ക് പിടിക്കും. അപ്പോൾ എപ്പോഴും കഴിക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സോ ബാക്കിയുള്ള നട്ട്സോ ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അടുത്തതായിട്ട് ഒരു കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത് ബദാം അല്ലെങ്കിൽ ആൽമണ്ട്സും ചെറുതായി മുറിച്ചിട്ടുള്ള കിവിയുമാണ്. കിവി ഫ്രൂട്ട് തൊലി കളഞ്ഞ് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. ആൽമണ്ട്സ് നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്തിയിട്ടോ കുതിർത്താതെയോ ചെറുതായി മുറിച്ചെടുക്കാം. ഒരു കുറച്ച് വെള്ളത്തിൽ ഒരു ഓവർനൈറ്റൊക്കെ കുതിർത്തി വെച്ചാൽ നല്ലതാണ്. അതിനുശേഷം ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഇതും കിവി ഫ്രൂട്ട് കുറച്ച് പുളിപ്പുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിക്കരുത്. ഇനി അതേ ബേസ് തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കോമ്പിനേഷനാണ് ആപ്പിളും പിസ്താഷ്യോവും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ സാധാരണ നട്ട്സും പഴവും ചേർത്ത് കഴിക്കാം കേട്ടോ. സാധാരണ കാഷ്യൂനട്ടും പഴവും അല്ലെങ്കിൽ കിസ്മിസ് കറുത്ത മുന്തിരി ഇതൊക്കെ ചേർത്തിട്ട് ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമുക്കിതിൽ പല കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻസ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 3 കോമ്പിനേഷൻ കാണിച്ചതേ ഉള്ളൂ. ഇത് തന്നെയും നിങ്ങൾക്ക് മാറ്റി ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ
കുറച്ച് ഡേറ്റ്സ് ചെറുതായി മുറിച്ചിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനനുസരിച്ചും ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും വെയിറ്റ് ലോസ് ചെയ്യുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്യാം. വളരെ സിമ്പിളാണ്, ഒരുപാട് ടൈമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് ഒരുപാട് കുക്കൊന്നും ചെയ്യാതെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ആയിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്